വണ്ടിപ്പെരിയാർ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധിക്കെതിരെ പ്രത്യക്ഷ സമരവുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മൂടിക്കെട്ടി മാർച്ച് നടത്തി. കേസിൽ ഭാഗ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ആരോപണവുമായി CPM ജില്ലാ നേതൃത്വവും രംഗത്തെത്തി. വായ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയായിരുന്നു 6 വയസ്സുകാരിയുടെ മാതാപിതാക്കൾ പ്രതിഷേധിച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നാട്ടുകാരും തൊഴിലാളികളും ചേർന്നു. കോടതി വിധി റദ്ദ് ചെയ്യണമെന്നും പുനരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അപ്പീൽ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി റദ്ദ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപ്പീൽ പോകണമെന്ന്, അല്ലെങ്കിൽ അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ ഈ വാളയാർ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കീലും കുടുംബാംഗങ്ങളും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് നാളെ ഞായറാഴ്ച വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് അവർ ചെയ്തത്, അതായത് അവിടെ ഇതേപോലെയാണ് ആയിപ്പോയത്, അതായത് ഇതേ പ്രതികളെ വെറുതെ വിട്ട് അങ്ങനെയാണ് നടന്നത്. അപ്പോൾ അവർ വീണ്ടും ഇത് അന്വേഷണത്തിലൂടെ പോയി ഈ ജഡ്ജിമെൻറ്റിനെ റദ്ദ് ചെയ്തിട്ട് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ കേസ് നടക്കുകയാണ്. അപ്പോൾ ആ രീതിക്ക് പോകണമെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും കൂടെ ആഗ്രഹിക്കുന്നത്. കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ആവർത്തിക്കുകയാണ് CPI. വാളയാറും വണ്ടിപ്പെരിയാറും ചോദ്യചിഹ്നമാവുമ്പോൾ ആലുവ കൊണ്ട് അഭിമാനിക്കാനാവില്ലെന്നാണ് CPI നേതാക്കളുടെ പ്രതികരണം. പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ അടുത്ത ആഴ്ച ആദ്യം പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി കേസ് സംബന്ധിച്ച ഫയലുകൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കൈമാറും. അതേസമയം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന സംഘടനകളുടെ പ്രതിഷേധം തുടർച്ചയാവുകയാണ്. നാളെയും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കാനാണ് തീരുമാനം. ജനം, ഇടുക്കി.